everyone, welcome back to our channel IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മിക്സഡ് എക്കോണമി. So, let's move to the topic. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ 1930s ആദ്യമായിട്ട് മിക്സഡ് എക്കോണമി പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് അമേരിക്കയാണ്. 1929 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം അമേരിക്കയാണ് ആദ്യമായിട്ട് മിക്സഡ് എക്കോണമി പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഒഫീഷ്യലി ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്തത് ഫ്രാൻസ് ആണ്. 1944 to 45 ആ ഒരു ടൈം പീരീഡിലാണ് ആദ്യമായിട്ട് ഫ്രാൻസ് ഈ ഒരു മിക്സഡ് എക്കോണമി അഡോപ്റ്റ് ചെയ്തത്. അത് അവരുടെ നാഷണൽ പ്ലാനിങ്ങിൽ വരെ ഈ ഒരു മിക്സഡ് എക്കോണമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1980s ശേഷം ഈ ഒരു മിക്സഡ് എക്കോണമിക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ആവുന്നുണ്ട്. വേൾഡ് ബാങ്ക് ഇതിനെപ്പറ്റി പറയുന്നത് ബെസ്റ്റ് എക്കണോമിക് മോഡൽ എന്നാണ്. അതായത് സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണം ഇതിൽ, എന്നിരുന്നാലും എല്ലാ കാര്യത്തിനും ആവശ്യമല്ല എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ അഭിപ്രായം. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റ് എക്കോണമിയിൽ നമ്മൾ ഒരുപാട് പോരായ്മകൾ കണ്ടു, നോൺ മാർക്കറ്റ് എക്കോണമിയിലും ഒരുപാട് പോരായ്മകൾ കണ്ടു. എന്നാൽ ഈ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടല്ല നോൺ മാർക്കറ്റ് എക്കോണമിയിൽ വന്നേക്കുന്നത്. അതായത് നോൺ മാർക്കറ്റ് എക്കോണമിയിലും എന്തുണ്ട്, പോരായ്മകളുണ്ട്. ഇതൊരു ഫ്രീ ഫ്രം ഫ്ലോസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ഇതിലും പോരായ്മകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, മിക്സ്ചർ ഓഫ് ബോത്ത് മാർക്കറ്റ് എക്കോണമി ആൻഡ് നോൺ മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമിയും നോൺ മാർക്കറ്റ് എക്കോണമിയും ചേരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സമ്മിശ്രിതമായിരിക്കും ബെസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതായി മിക്സഡ് എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്റ്റേറ്റിനും പ്രൈവറ്റിനും എന്തുണ്ട്, എക്കണോമിക് റോൾസ് ഉണ്ട്. ആൻഡ് ഇവിടെ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവിസിബിൾ ഹാൻഡ്, ആ ഒരു വർക്കിങ്ങിലൂടെയാണ്. അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, കരസ്ഥമാക്കുന്നു. ആൻഡ് പ്രൈവറ്റ് സെക്ടറാണ് പ്രൈവറ്റ് ഗുഡ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, സ്റ്റേറ്റ് ആണ് പബ്ലിക് ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടറിന് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ആര് ചെയ്യുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ട്, ഇപ്പോൾ അരി എന്ന് പറയുന്നത് എന്താണ്, അതില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് നമുക്ക് പറയാം അല്ലേ, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ആണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പം വാഹനങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളൊന്നും അല്ല, മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രൈവറ്റ് ഗുഡ്സും പബ്ലിക് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ പ്രൈവറ്റ് ഗുഡ്സിലും അരി സാധനങ്ങൾ പല പല വെറൈറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പബ്ലിക് ഗുഡ്സിലും വരുന്നുണ്ട്. പക്ഷേ വളരെ കുറഞ്ഞ നിരക്കിൽ സ്റ്റേറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ, അവരെപ്പോഴും അവരുടെ പ്രോഫിറ്റ് നോക്കി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും റോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. ഓരോ സമയം വരും തോറും എന്ത് ചെയ്യണം, ഇതിന് മാറ്റങ്ങൾ വരും. കാരണം എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. എക്കണോമിക് നീഡ്സ് അനുസരിച്ച്, ആളുകളുടെ ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യണം, സിസ്റ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ റെഗുലേഷൻസ് എല്ലാം ഈ പറയുന്ന ടാക്സ്, കോമ്പറ്റീഷൻ റൂൾസ്, ഇതെല്ലാം ആരുടെ അണ്ടറിലായിരിക്കും, സ്റ്റേറ്റിൻ്റെ അണ്ടറിലായിരിക്കും. സോ ഇത്ര മാത്രമേ ഉള്ളൂ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോയിന്റ്സ് റീകളക്ട് ചെയ്യാം. ആദ്യമായിട്ട് മിക്സഡ് എക്കോണമി പ്രാക്ടീസ് ചെയ്യുന്ന അമേരിക്കയാണ് ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. സോ 1930s ആകുമ്പോഴേക്കും അമേരിക്ക മിക്സഡ് എക്കോണമി പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ട് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസ് ആണ്. 1944 to 1945 ആണ് ആ ഒരു ടൈം പീരീഡ്. അവരുടെ നാഷണൽ പ്ലാനിങ്ങിൽ പോലും ഈ ഒരു മിക്സഡ് എക്കോണമി ഉൾപ്പെടുത്തിയിരുന്നു. 1980s ശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു മിക്സഡ് എക്കോണമി നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആകുന്നു. വേൾഡ് ബാങ്ക് ഇതിനെപ്പറ്റി പറയുന്നത് ബെസ്റ്റ് എക്കണോമിക് മോഡൽ എന്നാണ്. ആൻഡ് ഓൾസോ വേൾഡ് ബാങ്ക് പറയുന്നുണ്ട്, അതായത് സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണം, പക്ഷേ യൂണിവേഴ്സലായിരിക്കില്ല, എല്ലാ കാര്യങ്ങളിലും ഒന്നും വേണ്ട. ഓക്കെ, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിലാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനും പോരായ്മകളൊക്കെ ഉണ്ട്. എല്ലാ പോരായ്മകളെയും മറികടന്നല്ല മിക്സഡ് എക്കോണമി എന്ന് പറയുന്നൊരു സിസ്റ്റം വന്നത്. ഇതിലും പോരായ്മകൾ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഏറ്റവും ബെസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് എക്കോണമിയും നോൺ മാർക്കറ്റ് എക്കോണമിയും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റം എന്നാണ് ആരുടെ അഭിപ്രായം, വേൾഡ് ബാങ്കിൻ്റെ അഭിപ്രായം. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സ്റ്റേറ്റിനും പ്രൈവറ്റിനും എക്കണോമിക് റോൾസ് ഉണ്ടാകും. പ്രൈവറ്റ് സെക്ടർ ആകുമ്പോൾ എന്താണ്, ഇൻവിസിബിൾ ഹാൻഡിലൂടെ ആയിരിക്കും വർക്കിംഗ്, അതിലൂടെ അവർ ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. പ്രൈവറ്റ് ഗുഡ്സ് എല്ലാം പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പ്രൊഡക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്, സ്റ്റേറ്റ് ആണ്, ദാറ്റ് ഈസ് പബ്ലിക് ഗുഡ്സ്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും റോൾ എന്തല്ല, ഫിക്സഡ് അല്ല, ഓരോ ടൈം അനുസരിച്ചും അതിന് മാറ്റങ്ങൾ വരും. എക്കണോമിക് നീഡ് അനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ സ്റ്റേറ്റിനായിരിക്കും ടാക്സും കോമ്പറ്റീഷൻ റൂൾസിലൊക്കെ ഫുൾ റെഗുലേഷൻസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മിക്സഡ് എക്കോണമി. Stay tuned to this channel for more videos.